So Napoleon is often remembered on account of his conquest. അദ്ദേഹം ചരിത്രത്തിൽ ഒരു പക്ഷേ അറിയപ്പെടുന്നത് എന്താണ്? അദ്ദേഹം നടത്തിയ യുദ്ധം അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ആക്രമണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്താ അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ he was also famous for his administrative reforms. അപ്പം അതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നെപ്പോളിയൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഒരു ആക്രമണകാരി എന്നതിനേക്കാൾ ഉപരി എന്താണ്, നല്ല ഒരു ഭരണകർത്താവ് എന്ന നിലയിലും ലോകത്തിൽ ആരറിയപ്പെട്ടു, നെപ്പോളിയൻ അറിയപ്പെട്ടു. അപ്പം അദ്ദേഹം വെറുമൊരു പട്ടാളക്കാരനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രറോ അല്ലായിരുന്നു ആര്. ബട്ട് ഹി വാസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു വലിയ ഭരണാധികാരിയായിരുന്നു ആര്, നെപ്പോളിയൻ. ഹി വാസ് ആൾസോ എ ഗ്രേറ്റ് സ്റ്റേറ്റ്സ്മാൻ. ഒരു നല്ലൊരു സ്റ്റേറ്റ്സ്മാൻ, ഒരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു ആര് നെപ്പോളിയൻ എന്ന് പറയുന്നത്. സോ ദ വെരി ഫേസ് ഓഫ് ഫ്രാൻസ് വാസ് ചേഞ്ച് ബൈ ഹിം. ഇന്ന് ഫ്രാൻസിൻ്റെ മുഖച്ഛായ തന്നെ എന്ത് ചെയ്യുവാൻ, മാറ്റിയെടുക്കുവാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയന് കഴിയുകയുണ്ടായി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് പീസ് ആൻഡ് ഓർഡർ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിൽ എന്താണ്, സമാധാനവും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, ക്രമസമാധാനവും ഒക്കെ എന്ത് ചെയ്യുവാൻ, പാലിക്കുവാൻ അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയന് കഴിയുകയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ടൊരു മാറ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ കഴിയും. അതായത് ഫ്രാൻസിൽ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ചസ് ആണ് എന്താ, നെപ്പോളിയൻ could introduce peace and order in France. അതായത് ഏറ്റവും വലിയ നേട്ടമാണ് നമുക്ക് എന്ത് ചെയ്യാം കാണാം. Then one of the greatest reform was the reorganization of the provincial government. അദ്ദേഹം നടത്തിയ ഏറ്റവും നല്ല ഒരു ഭരണപരിഷ്കാരം എന്ന് പറയപ്പെടുന്നത് എന്താണ്, ഫ്രാൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് മീൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രവിശ്യ ഗവൺമെൻറ്റുകളെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു, റീഓർഗനൈസ് ചെയ്യാൻ, പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു, കഴിയുക ചെയ്തു. So he gave France an efficient and centralized machinery of government. വളരെ കേന്ദ്രീകൃതമായ, വളരെ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഫ്രാൻസിൽ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയൻ എന്ത് ചെയ്തു, കഴിയുക ചെയ്തു. The country was divided into number of district or departments. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, രാജ്യത്തെ എന്ത് ചെയ്യുവാൻ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഡിസ്ട്രിക്റ്റുകളായിട്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയന് കഴിയുകയുണ്ടായി. ഈച്ച് ഡിസ്ട്രിക്ട് വെയർ അണ്ടർ ആൻ ഓഫീസർ കാൾഡ് പ്രിഫെക്റ്റ്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റുകളും എന്താണ്, പ്രിഫെക്റ്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, രൂപീകരിച്ചത്. ഈച്ച് ഡിസ്ട്രിക്ട് വാസ് സബ്ഡിവൈഡഡ് ഇൻറ്റു സബ് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്റ്റുകളെയും പിന്നെ എന്ത് ചെയ്തു, സബ് ഡിസ്ട്രിക്റ്റുകളായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ദേ വെർ പ്ലേസ്ഡ് അണ്ടർ സബ് പ്രിഫെക്റ്റ്. ആദ്യം ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല പ്രിഫെക്റ്റിനായിരുന്നു, പിന്നെ ഡിസ്ട്രിക്റ്റിനെ എന്ത് ചെയ്യുന്നു, സബ് ഡിസ്ട്രിക്റ്റുകളായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ആ സബ് ഡിസ്ട്രിക്റ്റുകളുടെ ചുമതല ആരെ ഏൽപ്പിച്ചു, സബ് പ്രിഫെക്റ്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു, ഏൽപ്പിക്കുകയുണ്ടാകുന്നു. സോ ദിസ് prefects and sub-prefects were only the servants of Napoleon. ഈ പ്രിഫെക്റ്റും അതുപോലെ എന്താണ് സബ് പ്രിഫെക്റ്റുകളും ആരുടെ, വെറും നെപ്പോളിയൻ്റെ എന്താ സെർവൻസ്, ജോലിക്കാർ മാത്രമായിരുന്നു എന്താണ് ആയിരുന്നത്. സോ നെപ്പോളിയൻ യൂസ്ഡ് ടു കോൾ ദിസ് ഓഫീസേഴ്സ് ലിറ്റിൽ ഫസ്റ്റ് കൗൺസിൽ. ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഈ പ്രിഫെക്റ്റുകളെയും അതുപോലെ സബ് പ്രിഫെക്റ്റുകളെയും വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്, ലിറ്റിൽ ഫസ്റ്റ് കൗൺസിൽ, ലിറ്റിൽ ഫസ്റ്റ് കൗൺസിൽസ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവരെ വിളിച്ചത്. ഇനി ഹി ഫോളോഡ് എ പോളിസി ഓഫ് കൺസീലിയേഷൻ. കൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു നയമാണ് ആര് സ്വീകരിച്ചത്, നെപ്പോളിയൻ സ്വീകരിച്ചത്. ആൻഡ് ഹി വാണ്ടഡ് ടു പ്ലീസ് all sections of people and win their wholehearted support and help. അദ്ദേഹം അവിടുത്തെ എല്ലാ ജനങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു, സന്തോഷിപ്പിക്കുകയും ചെയ്തു. അവരുടെയൊക്കെ പിന്തുണ നേടിയെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സഹായങ്ങളെല്ലാം എന്ത് ചെയ്തു, ഇദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇൻ ദിസ് ഹി വാസ് സക്സസ്ഫുൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പം അതിനകത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ഒരു പരിധിവരെ അതിനകത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ, വിജയിക്കുവാനായിട്ട് കഴിയുകയുണ്ടായി. പിന്നെ ഓഫീസേഴ്സ് വെയർ ത്രോൺ ഓപ്പൺ ടു ആൾ ഇൻക്ലൂഡിങ് ദ റോയൽസ്റ്റ് ആൻഡ് ജെറോണ്ടിസ്റ്റ്. ഇപ്പോൾ എന്താണ്,
ഈ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഓഫീസിലെ ഉദ്യോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റോയലിസ്റ്റുകൾക്കും അതുപോലെ എന്താണ് മറ്റൊരു ഗ്രൂപ്പാണ് ഏതാ ജെറോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്, അവർക്ക് അദ്ദേഹം എന്ത് ചെയ്തു, നൽകിയുണ്ടായി. ഹി മേഡ് എ ട്രീറ്റി വിത്ത് ദ പോപ്പ് കാൾഡ് So he made a treaty with the Pope called Concordat. Concordat എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു, പോപ്പുമായിട്ടൊരു കരാറിൽ നെപ്പോളിയൻ എന്ത് ചെയ്തു, ഒപ്പുവയ്ക്കുകയും ചെയ്തു. Thus the Catholic Church was regulated by the state. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ കാത്തലിക് ചർച്ചിനെ എന്ത് ചെയ്യാൻ ക്രമീകരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞു. He also followed a policy of tolerance. വളരെ സഹിഷ്ണുതാപരമായ ഒരു നയവുമായി സ്വീകരിച്ചിരുന്നു നെപ്പോളിയൻ സ്വീകരിക്കുക ചെയ്തു. ഇനി ഇൻ ദ ഫീൽഡ് ഓഫ് ലോ, ദ സർവീസ് റെൻഡേർഡ് ബൈ നെപ്പോളിയൻ വെയർ ഗ്രേറ്റ് കൺസ്ട്രക്റ്റീവ്. ഇപ്പം നിയമപരമായ മേഖലയിൽ നെപ്പോളിയൻ നൽകിയ സേവനങ്ങളെന്ന് പറയുന്നത് വളരെ ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു സേവനമാണ് ആൾ നൽകിയത്, നെപ്പോളിയൻ നൽകിയത്. So till the days of Napoleon, France had no code of laws. അപ്പം നെപ്പോളിയൻ്റെ കാലഘട്ടം വരെ ഫ്രാൻസിൽ ഒരു എഴുതപ്പെട്ട നിയമങ്ങൾ നമുക്കെന്താ ഉള്ളതായിട്ട് പറയാൻ കഴിയത്തില്ല. So as a result of the efforts of Napoleon, France got a code of law which was called the Code of Napoleon. അപ്പം നെപ്പോളിയൻ്റെ സമഫലമായിട്ട് അപ്പം നെപ്പോളിയൻ്റെ കാലഘട്ടം വരെ ഫ്രാൻസിലൊരു വ്യക്തമായി എഴുതപ്പെട്ട നിയമ സംവിധാനം ഇല്ലായിരുന്നു. പക്ഷെ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ നിയമ സംവിധാനം അദ്ദേഹം എഴുതിയുണ്ടാക്കി. അത് നെപ്പോളിയനിക് കോഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് നെപ്പോളിയൻ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഹി അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി ലോയേഴ്സ് എക്സ്പേർട്സ് ടു കോഡിഫൈ ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ലാ പ്രിവെയിൽ ഇൻ ഫ്രാൻസ്. അവിടുത്തെ വക്കീലന്മാരും അതുപോലെ തന്നെ നിയമ വിദഗ്ധരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ഫ്രാൻസിൽ നിലനിന്നിരുന്ന നിയമ സംവിധാനത്തെ എന്ത് ചെയ്യുവാൻ, ക്രോഡീകരിക്കുവാൻ അത് നെപ്പോളിയൻ ശ്രമിക്കുകയുണ്ടായി. സോ ദ കോഡ് ഓഫ് നെപ്പോളിയൻ വാസ് ദ റിസൾട്ട് ഓഫ് ദിയർ വർക്ക്. അപ്പോൾ ഈ ആളുകൾ ചെയ്ത ജോലിയുടെ ഫലമാണെന്ന് പറയപ്പെടുന്ന ഈ കോഡ് ഓഫ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിൽ നിലവിൽ വന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് സിവിൽ കോഡ്, എ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, എ പീനൽ കോഡ്, എ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആൻഡ് എ കൊമേഴ്സ്യൽ കോഡ്. അപ്പോൾ സിവിൽ നിയമങ്ങളുണ്ടായിരുന്നു, സിവിൽ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ പിന്നെ ക്രിമിനൽ കോഡുകളും ക്രിമിനൽ ലോസും അതുപോലെ കൊമേഴ്സ്യൽ നിയമങ്ങളും ഉൾപ്പെടെയുള്ള ഒരു നിയമ സംവിധാനമായിരുന്നു എന്ന് പറയുന്നത് ഈ നെപ്പോളിയനിക് കോഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് നെപ്പോളിയൻ എന്ന് പറയുന്നു. So this code gave expression to some of the great ideas to the French Revolution like civil equality, religious tolerance, the emancipation of lands, public trade and jury system, etc. അപ്പോൾ ഇതാണ് ഒരുപാട് നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്യുവാൻ പ്രചരിപ്പിക്കാൻ സഹായിച്ച ഒന്നായിരുന്നു ഈ നെപ്പോളിയനിക് കോഡ് എന്ന് പറയുന്നത്. അതായത് സിവിൽ ഇക്വാളിറ്റി കൊടുത്തു, റിലീജിയസ് ടോളറൻസ് കൊണ്ടുവന്നു, ഇമാൻസിപ്പേഷൻ ഓഫ് ലാൻഡ്, പബ്ലിക് ട്രയൽ, അതുപോലെ ജൂറി സിസ്റ്റം തുടങ്ങിയ ഒരുപാട് പുതിയ ജൂറി സിസ്റ്റം തുടങ്ങിയ ഒരുപാട് നിയമ സംവിധാനം എന്ത് ചെയ്യുവാൻ ഇവിടെ കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയന് കഴിയുകയുണ്ടായി. സോ മൈ ഗ്രേറ്റ് ഗ്ലോറി സെഡ് നെപ്പോളിയൻ ഇൻ ഹിസ് ഡേയ്സ് എക്സൈൽ അറ്റ് സെന്റ് ഹെലേന ഈസ് നോട്ട് മൈ ഹാവിംഗ് ഓൺ 40 battles what will never be affected, what will endure forever is my civil code. അപ്പോൾ അദ്ദേഹം ഇവിടെ സെൻറ്റ് ഹെലേനയിലെ എക്സൈൽ കഴിയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, മൈ ഗ്രേറ്റ് ഗ്ലോറി, എൻ്റെ ഏറ്റവും മഹത്തായ വിജയം എന്ന് പറയുന്നത് ഈസ് നോട്ട് മൈ ഹാവിങ് വോൺ 40 battles. ഞാൻ ഈ 40 യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നതല്ല, ജയിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് അല്ലെങ്കിൽ എൻ്റെ മഹത്തരമായിട്ട് അല്ലെങ്കിൽ എൻ്റെ നേട്ടമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. വാട്ട് വിൽ നെവർ ബി ഡിഫീറ്റഡ്, അവിടെയൊക്കെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, പരാജയപ്പെട്ടില്ല. പക്ഷേ വാട്ട് വിൽ
എൻഡ്യൂർ ഫോർ എവർ ഈസ് മൈ സിവിൽ കോഡ്. എന്നെ എന്ത് ചെയ്തു അല്ലേ, ഇപ്പോൾ എക്കാലവും എന്നെ എന്ത് ചെയ്തത്, ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചത്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഞാൻ നടപ്പിലാക്കിയ ഈ നെപ്പോളിയൻ കോഡ് എന്ന് പറയുന്ന ഈ സിവിൽ കോഡ് കൊണ്ട് മാത്രമായിരുന്നു. ആണ് ഫ്രാൻസിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമ സംവിധാനമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പൗരപരമായ സമത്വത്തെക്കുറിച്ചും മതപരമായ സഹിഷ്ണുതകളെക്കുറിച്ചും പബ്ലിക് ട്രയൽ പൊതുവേദികൾ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ പൊതു സ്ഥലങ്ങളിൽ വെച്ച് എന്ത് ചെയ്യാം, ട്രയൽ ചെയ്ത് പണിഷ് ചെയ്യുന്ന ഒരു സംവിധാനം, ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും നടപ്പിലാക്കിയ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. നെപ്പോളിയൻ കോഡിനെ എന്ത് ചെയ്യാം, കാണാനായിട്ട് കഴിയും. സോ നെപ്പോളിയൻസ് ഫിസിക്കൽ റിഫോംസ് വെർ ആൾസോ ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം എന്ത് ചെയ്യും, നടപ്പിലാക്കിയ ഫിസിക്കൽ റിഫോംസ് എന്താണ്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ദ ഫ്രഞ്ച് ഫിനാൻസസ് വെയർ ഇൻ എ വെരി ഡിപ്ലോറബിൾ കണ്ടീഷൻ. ഫ്രാൻസിൻ്റെ സാമ്പത്തിക അവസ്ഥയെന്ന് പറയുന്നത് എന്തായിരുന്നു, വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. ഫ്രാൻസിൻ്റെ സാമ്പത്തിക അവസ്ഥ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ. സോ ടു ഇംപ്രൂവ് ദിസ് കണ്ടീഷൻ നെപ്പോളിയൻ ടുക്ക് സർട്ടൻ സ്റ്റെപ്സ്. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുവാൻ, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചില നടപടികൾ അദ്ദേഹം എന്ത് ചെയ്തു, സ്വീകരിക്കുകയുണ്ടാകുന്നു. ബൈ എ കെയർഫുൾ കളക്ഷൻ ഓഫ് ടാക്സസ് ഹി ആഡഡ് ടു ദ റവന്യൂസ് ഓഫ് ദി സ്റ്റേറ്റ്. അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തു, വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹം എന്ത് ചെയ്തു, നികുതികൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ഫ്രാൻസിൻ്റെ ആ റവന്യൂസിനകത്ത് സാമ്പത്തികപരമായിട്ട് കൂട്ടിച്ചേർക്കുകയുണ്ടാകുന്നു. ഹി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ബൈ പ്രാക്ടീസിങ് എക്കോണമി. സമൂഹത്തിലുണ്ടായിരുന്ന സാമ്പത്തിക അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ ചെലവുകളെ അദ്ദേഹം എന്ത് ചെയ്തു, പരിഷ്കരിക്കുകയുണ്ടാവുന്നു. ഹി ഓർഗനൈസ്ഡ് എ ന്യൂ ഫണ്ട് കാൾഡ് സിങ്കിങ് ഫണ്ട് ഫോർ ദി എക്കണോമിക് റിലീഫ് ഓഫ് ദ കൺട്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ഒന്നാണ് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ. സിങ്കിങ് എന്ന് വെച്ചാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ ആ ഒരു സിങ്കിങ് ഫണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്തു, ഒരു സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ കൊണ്ടുവന്നു, ഫ്രാൻസിൽ നെപ്പോളിയൻ കൊണ്ടുവന്നു. In 1800, the Bank of France was set up to encourage trade and industry. വ്യാപാരത്തെയും വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി 1800 അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രാൻസിലൊരു ബാങ്ക് സംവിധാനം എന്ത് ചെയ്തു, കൊണ്ടുവരികയുണ്ടായി. So many reforms were carried out in the field of education. വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ആർക്ക് കഴിഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കഴിയുകയുണ്ടായി. The empirical So the Imperial University of France was established in 1808. 1808 ഇദ്ദേഹം സ്ഥാപിച്ച സർവകലാശാലയാണ് ഏതാ, ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ അഫിലിയേറ്റഡ് ടു ദിസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്തു, ഈ സർവകലാശാലയുമായിട്ട് എന്ത് ചെയ്തു, അഫിലിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞ്. മെയിൻ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ഗ്രാമർ സ്കൂൾസ് വെയർ സെറ്റപ്പ്. ഒരുപാട് സെക്കൻഡറി സ്കൂളുകളും അതുപോലെ തന്നെ ഗ്രാമർ സ്കൂളുകളും ആര് സ്ഥാപിച്ചു, നെപ്പോളിയൻ സ്ഥാപിച്ചു. സോ നെപ്പോളിയൻ എൻറിച്ച്ഡ് ഫ്രാൻസ് ബൈ ഗ്രാൻഡ് പബ്ലിക് വർക്ക്സ്. ഒരുപാട് പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഫ്രാൻസിനെ പരിപോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മെനി സ്ട്രോങ് ആൻഡ് ബ്രോഡ് റോഡ്സ് വെയർ കൺസ്ട്രക്ട്. വളരെ വിശാലമായ വിസ്തീർണമേറിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റോഡുകൾ അദ്ദേഹം എവിടെ നിർമ്മിച്ചു, ഫ്രാൻസിൽ അദ്ദേഹം എന്ത് ചെയ്തു, നിർമ്മിക്കുകയുണ്ടാകുന്നു. ദ സ്പ്ലെൻഡിഡ് ഹൈവേസ് ഓഫ് ഫ്രാൻസ് ആർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് നെപ്പോളിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് അവിടുത്തെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു റോഡ് സിസ്റ്റം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കഴിയുക ഉണ്ടായി. സോ മെനി ബ്രിഡ്ജസ് വെയർ കൺസ്ട്രക്റ്റഡ്, സീപോർട്ട്സ് വെയർ എൻടാങ്കിൾഡ്. അദ്ദേഹം ധാരാളം സീ പോർട്ടുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ഉണ്ടാക്കി. പാലങ്ങളൊക്കെ ധാരാളമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിർമ്മിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ഈ ബ്യൂട്ടിഫൈഡ് സിറ്റി ഓഫ് പാരീസ്. അപ്പോൾ ആ പാരീസ് എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ ഇത്രയും മനോഹരമാക്കി മാറ്റിയ ആളാണെന്ന് പറയുന്നത് നെപ്പോളിയൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ സം റെസ്പെക്ട് ഹി വാസ് എ റിയാക്ഷൻ. പക്ഷെ പല അർത്ഥത്തിൽ അദ്ദേഹം ആരായിരുന്നു, ഒരു റിയാക്ഷണറി ആയിട്ടുള്ള ആളായിരുന്നു. ഹി എൻഫോഴ്സ്ഡ് സ്ട്രിക്റ്റ് സെൻസർഷിപ്പ് ഓഫ് ദി പ്രസ്. ഇത്രയും കൊണ്ടുവന്നെങ്കിൽ പോലും പത്രങ്ങൾക്ക് ശക്തമായ വിലക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ഏർപ്പാടാക്കുകയുണ്ടായി. ആൻഡ് ആൾസോ സസ്പെൻഡഡ് ദ പബ്ലിക്കേഷൻസ് ഓഫ് മെനി ജേർണൽസ്. പല ജേർണലുകളും പബ്ലിഷ് ചെയ്യുന്നതിന് അദ്ദേഹം എന്ത് ചെയ്തു, തടസ്സപ്പെടുത്തുകയും ചെയ്തു.
ഇദ്ദേഹത്തിന് നമുക്കിത് ഒരു ഓവറോൾ എസ്റ്റിമേറ്റ് കൂടെ ചെയ്തിട്ട് കാണാൻ നിർത്താം. സോ Napoleon was no doubt an enlightened despot. അത് ഒരിക്കലും നമുക്കെന്താ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താണ് ഇദ്ദേഹം ഒരു ഡെസ്പോട്ടിക് ആയിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലെന്ന് വെച്ചാൽ അദ്ദേഹം ആരുടെയായിരുന്നു? ഡെസ്പോട്ടിക് ആയി. Patriots and hero worshippers picture him as a superhuman being. ഇപ്പോൾ രാജ്യസ്നേഹികളും ഈ ഹീറോ വർഷിപ്പുകൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇദ്ദേഹത്തെ ആരായി കണക്കാക്കിയത്? ഒരു പാട്രിയോട്ടായിട്ട് തന്നെ എന്ത് ചെയ്തു? ഒരു സൂപ്പർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെ ആരെ കണക്കാക്കിയത്? ജനങ്ങൾ നെപ്പോളിയനെ എന്ത് ചെയ്തത്? കണക്കാക്കുക ചെയ്തത്. ബട്ട് സം ഹിസ്റ്റോറിയൻസ് പിക്ചർഡ് ഹിം ആസ് എ ടൈറന്റ്. പക്ഷെ എന്നാൽ ചില ആളുകൾ, ചില ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു സ്വേച്ഛാധിപതി എന്ന പേരിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. എനിവേ ഹി ഈസ് മിയർ എ മിലിറ്ററി ജീനിയസ് ദാൻ എ റിഫോം. അപ്പോൾ അദ്ദേഹം ഒരു റിഫോമറേക്കാളും ശരിക്കും പറഞ്ഞാൽ ആര് തന്നെയാണ്? ഒരു സൈനികപരമായ ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് നെപ്പോളിയൻ എന്ന് പറയപ്പെടുന്നത്. He was ranked along with Alexander and Charlemagne. ഇദ്ദേഹത്തിന് നമുക്ക് ആരുമായിട്ടൊക്കെ തുല്യപ്പെടുത്താം? അലക്സാണ്ടർ ആയിട്ടും, അതുപോലെ എന്താണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ് അല്ലേ, ജൂലിയസ് സീസർ, അതുപോലെ എന്താണ് ചാർലിമെൻ തുടങ്ങിയ ആളുകളുമായിട്ട് അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പയർ ചെയ്യാനായിട്ട് കഴിയും. അലക്സാണ്ടറിന് അക്കോർഡിംഗ് ടു എമേഴ്സന്റെ അഭിപ്രായത്തിൽ he never blundered into victory but won his battle in his head before he won them onto the field. അപ്പോൾ എന്താണ്? so he never blundered in this victory. അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ ഒരിക്കലും അദ്ദേഹം എന്ത് ചെയ്തില്ല? അമിതമായിട്ട് ആഹ്ലാദിക്കാത്ത വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് നെപ്പോളിയൻ. ബട്ട് won his battle in his head before he win them on the field. അപ്പോൾ ഈ ഫീൽഡിൽ ഇദ്ദേഹം എന്താണ്? ഈ യുദ്ധത്തിൽ ജയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബുദ്ധിപരമായ അല്ലെങ്കിൽ തലകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? യുദ്ധത്തിൽ വിജയം നേടുമായിരുന്നു. he can conclude that he was no doubt an enlightened despot in the line of Louis XIV of France. ഒരിക്കലും നമുക്കെന്താ പറയാൻ കഴിയും? എന്താണ്? നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും എന്താണ്? ഇദ്ദേഹം ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള, വളരെ ബ്രൈറ്റായ, ഇൻ്റലിജൻ്റായ ഒരു ഡെസ്പോട്ടിക് ആയിട്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ കാണാം. അതായത് ഫ്രാൻസിലെ ലൂയി 14 പോലെയും റഷ്യയിലെ ഫ്രെഡറിക് ദ ഗ്രേറ്റിനെ പോലെയും പ്രഷ്യയിലെ ഫ്രെഡറിക് ദ ഗ്രേറ്റ് നെപ്പോളിയൻ, റഷ്യയിലെ കാതറിൻ ദ ഗ്രേറ്റ് നെപ്പോളിയൻ ഒക്കെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആരെ കാണാം? നെപ്പോളിയനെ കാണാനായിട്ട്. ഓഫ് ദി എംപറർ, ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്രമണങ്ങളെക്കുറിച്ചാണ് നമുക്കിനി എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ആസ് ദ എംപറർ ഹി സ്റ്റാർട്ടഡ് എ ബ്രില്യൻറ്റ് കരിയർ ഓഫ് കോൺക്വസ്റ്റ്. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ചക്രവർത്തി എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോൺക്വസ്റ്റ് ആണ്, ഒരു ആക്രമണ പരമ്പരയാണ് ആര് നടത്തിയത്? നെപ്പോളിയൻ നടത്തിയത്. അക്കോർഡിംഗ് ടു ഹിം ദ തോൺസ് ആൻഡ് ഡൈനാസ്റ്റീസ് ബിഹേം പ്ലേത്തിങ്സ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? മുള്ളുകൾ അല്ലെങ്കിൽ രാജവംശങ്ങൾ, ഡൈനാസ്റ്റീസ് എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറേ കളിപ്പാട്ടങ്ങളാണെന്നും ഹി സോഡ് threatened to the whole of Europe. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാളെന്ന് പറയുന്നത് എന്താണ്? ഈ യൂറോപ്പിനെ മുഴുവനും എന്താണ്? ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പറയുന്നത്. So frightened at this development, Britain, Austria, Russia and Sweden formed the third coalition against France in 1805. അപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം എന്തായി? വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ഫൈറ്ററായിട്ട് ആര് മാറുന്നു? നെപ്പോളിയൻ മാറുന്നു. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ ഭയന്നുകൊണ്ട് ബ്രിട്ടനും
ഓസ്ട്രിയയും റഷ്യയും സ്വീഡനും കൂടി ചേർന്ന് 1805 മൂന്നാമത്തെ കൊലീഷൻ എന്ത് ചെയ്യുന്നു ഉണ്ടാക്കുന്നു. സോ ഹി ഡിഫീറ്റഡ് ഓസ്ട്രിയ, റഷ്യ ആൻഡ് ഇംഗ്ലണ്ട്. And while he was victorious on land, he was defeated on sea. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്രാൻസിനെയും ഓസ്ട്രിയയും റഷ്യയും ഇംഗ്ലണ്ടിനെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തും. പക്ഷേ ഇദ്ദേഹം കരമാർഗമുള്ള യുദ്ധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? വിജയിച്ചു എങ്കിൽ പോലും കടൽ മാർഗമുള്ള യുദ്ധങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴും എന്ത് ചെയ്തു? പരാജയപ്പെടുക ചെയ്തു. സോ നെപ്പോളിയൻ എസ്റ്റാബ്ലിഷ്ഡ് ദ ബിഗ്ഗസ്റ്റ് ഫ്രഞ്ച് എംപയർ ഇൻ ദ ഹിസ്റ്ററി. അപ്പോൾ ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സാമ്രാജ്യമാണ് ആര് സ്ഥാപിച്ചത്? നെപ്പോളിയൻ എന്ത് ചെയ്തത്? സ്ഥാപിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഫ്രാൻസ്. ഹി ഡിഫീറ്റഡ് ദ ഓസ്ട്രിയൻസ്, റഷ്യൻസ് ആൻഡ് പ്രഷ്യൻസ്. അദ്ദേഹം ഓസ്ട്രിയൻസിനെയും റഷ്യൻസിനെയും പ്രഷ്യൻസിനെയും അദ്ദേഹം എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുക ചെയ്തു. ഹി മെയ്ഡ് ഹിസ് ബ്രദർ ജോസഫ് ബോണപ്പാർട്ട് ആസ് ദ കിങ് ഓഫ് നേപ്പിൾസ്, ലൂയിസ് നെപ്പോളിയൻ ആസ് ദ കിങ് ഓഫ് പോളണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 2 സഹോദരന്മാരെ, അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ജോസഫ് ബോണപ്പാർട്ട് എന്നാണ്. അദ്ദേഹത്തെ നേപ്പിൾസിലെ രാജാവായി അപ്പോയിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം ലൂയി നെപ്പോളിയനെ എന്ത് ചെയ്യുന്നു? പോളണ്ടിലെ രാജാവായിട്ടും എന്ത് ചെയ്തു? നിയമിച്ചു. ഹി അബോളിഷ്ഡ് ദ ഹോളി റോമൻ എംപയർ ഇൻ 1806. 1806 അദ്ദേഹം എന്ത് ചെയ്തു? ഹോളി റോമൻ എംപയറിനെ, റോമിലെ എന്താണ് ആ വിശുദ്ധ സാമ്രാജ്യത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അബോളിഷ് ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു. ആൾ യൂറോപ്പ് എക്സെപ്റ്റ് ബ്രിട്ടൻ വാസ് അറ്റ് ഈസ് മേഴ്സി. ബ്രിട്ടൻ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു? ഈ നെപ്പോളിയൻ്റെ ദയയിലാണ് എന്ത് ചെയ്തത്? പിന്നീട് കഴിഞ്ഞത്. ദ എംപറർ റീച്ച്ഡ് ദ സെനിത്ത് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ 1810. 1810 എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്രാജ്യവും അദ്ദേഹവും എന്ത് ചെയ്തു? ആ വിജയത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തു? എത്തിച്ചേരുകയുണ്ടായി. ആഫ്റ്റർ ദിസ് ദ എംപയർ ഡിക്ലൈൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഈ നെപ്പോളിയന് ശേഷം എന്താ? ഈ റോമ സാമ്രാജ്യം എന്ത് ചെയ്യുകയുണ്ടായി? ഫ്രാൻസിൻ്റെ ആ ഒരു സാമ്രാജ്യം എന്ത് ചെയ്യുന്നു? തകരുകയുണ്ടാവുന്നു. ദെൻ നെപ്പോളിയൻ സ്ട്രഗിൾ എഗൻസ്റ്റ് ബ്രിട്ടൻ ലെഡ് ടു ദിസ് ഡൗൺഫോൾ. അപ്പോൾ നെപ്പോളിയനും ബ്രിട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് എന്താ? ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം എന്ത് ചെയ്യുന്നതിന്? തകർന്നതിന് കാരണം. അപ്പോൾ 1810 കൂടിയിട്ട് ഈ ഫ്രഞ്ച് എംപയർ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. അതായത് ഈ തേർഡ് കോalitionൽ ബ്രിട്ടനെ ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങളെയും ആര് പരാജയപ്പെടുത്തുന്നു? നെപ്പോളിയൻ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ അതിനുശേഷം നെപ്പോളിയൻ്റെ ഭരണത്തിന് ശേഷം എന്താ? ഈ നെപ്പോളിയൻ അല്ലെങ്കിൽ ആ ഫ്രഞ്ച് സാമ്രാജ്യത്തിന് എന്താ? തകർച്ചയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഇപ്പം ബ്രിട്ടനുമായിട്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു എന്ത് കാരണമായത്? ഈ നെപ്പോളിയൻ്റെ ഭരണ സംവിധാനം അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് എന്ത് ചെയ്തത്? വഴി തെളിച്ചത്. ഇത് നമുക്ക് മറ്റൊരു ഭാഗമാണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. നെപ്പോളിയൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം? എക്സാമിൽ ഇല്ല, അതങ്ങനെ നടക്കട്ടെ, അത് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മതി. പക്ഷെ അത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ എഴുതണം. ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ മാറ്റി എഴുതേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന്. സോ നെപ്പോളിയൻ ഡിഡ് നോട്ട് ഗീവ് അപ്പ് ദ ഐഡിയ ഓഫ് ടീച്ചിങ് എ ബെറ്റർ ലെസൺ ടു ഹിസ് പവർഫുൾ എനിമി. അപ്പോൾ നെപ്പോളിയൻ ഒരിക്കലും എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ലായിരുന്നു. എന്താണ്? തൻ്റെ ശത്രുക്കളെ വളരെ കൈപ്പേറിയ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഐഡിയ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല? ഉപേക്ഷിക്കുക ചെയ്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടനെ. കാരണം ബ്രിട്ടൻ ആയിരുന്നു ഫ്രാൻസിൻ്റെ അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ ഏറ്റവും ശക്തരായിട്ടുള്ള എതിരാളികളെന്ന് പറയുന്നത്. സോ ബ്രിട്ടൻ വാസ് ദ സോൾ ഓഫ് എവരി കോalition അഗൈൻസ്റ്റ് ഫ്രാൻസ്. ഫ്രാൻസിനെതിരെയുള്ള എല്ലാ കോalitionൻ്റെയും കേന്ദ്രം. ഇപ്പം ഫസ്റ്റ് കോalition എടുത്താലും സെക്കൻഡ് കോalition എടുത്താലും തേർഡ് കോalition ആണെങ്കിലും ഇതിനകത്തെല്ലാം പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ആരായിരുന്നു? ബ്രിട്ടൻ ആയിരുന്നു. കോalition ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത്. സോ ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ഇംഗ്ലണ്ട് ഹി ഡിസൈഡഡ് ടു ലോഞ്ച് ആൻഡ് എക്കണോമിക് ബ്ലോക്കേഡ് നോൺ ആസ് ദി കോണ്ടിനെൻ്റൽ സിസ്റ്റം. ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ
ബ്രിട്ടനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരു നെപ്പോളിയൻ നടപ്പിലാക്കിയ ഒരു സാമ്പത്തികപരമായ ഒരു നയമായിരുന്നു എന്ന് പറയാം ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടനെ പരാജയപ്പെടുത്താൻ എന്നോട് ഡിസ്ട്രോയ് Britain or England, Napoleon decided to establish a new economic pattern that is known as continental system. So Napoleon introduced this system by his famous Berlin Decree in 1806 and Milan Decree in 1807. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾക്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക വ്യവസ്ഥ ആര് കൊണ്ടുവന്നത്? നെപ്പോളിയൻ കൊണ്ടുവന്നത്. അത് 1806 അതിൻ്റെ പേര് ബെർലിൻ ഡിഗ്രി അല്ലെങ്കിൽ ബെർലിൻ ലോ എന്നും, രണ്ടാമത്തേത് മിലാൻ ഡിഗ്രി 1807 അല്ലെങ്കിൽ മിലാൻ ലോ എന്നുമാണ് എന്ത് ചെയ്തത് ഈ രണ്ട് നിയമങ്ങളും അറിയപ്പെടുന്നത്. ദിസ് ഡിഗ്രി പ്രൊഹിബിറ്റഡ് all European nations from trading with England. ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യാപാര ബന്ധത്തെ എന്ത് ചെയ്യുവാൻ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് നെപ്പോളിയൻ എന്ത് കൊണ്ടുവന്നത്? ഈ ഒരു നിയമം, ഈ നിയമവ്യവസ്ഥ എന്ത് ചെയ്തത് ഇവിടെ നടപ്പിലാക്കിയത്. പിന്നീട് put into practice the system, a strong navy was needed. അപ്പോൾ ഈ ഒരു സാമ്പത്തിക സംവിധാനം നടപ്പിലാക്കണമെങ്കിൽ നെപ്പോളിയന് വേണ്ടിയിരുന്ന ഏറ്റവും ശക്തമായ ഒരു നേവൽ ബേസ് ആയിരുന്നു. ബട്ട് ഹി ലാക്ക്ഡ് ദിസ്. പക്ഷേ അതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അതിൻ്റെ ശക്തമായ ഒരു നേവൽ സിസ്റ്റം വേണം എന്നുള്ളതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ദിസ് അറ്റംപ്റ്റ് ടു എൻഫോഴ്സ് ദ ബ്ലോക്കേഡ് ഫോഴ്സ്ഡ് ഹിം ഇൻടു എ വാർ വിത്ത് സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് റഷ്യ. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻ്റൽ സിസ്റ്റം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് വേണ്ടി വന്നു? റഷ്യയുമായിട്ടും പോർച്ചുഗലുമായിട്ടും സ്പെയിനുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ട് എന്ത് ചെയ്തു? വരികയുണ്ടാകുന്നു. ഇൻഫാക്ട് ദ കോണ്ടിനെൻ്റൽ സിസ്റ്റം മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഹിസ് ഏജ്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ഒരു സംവിധാനം തന്നെയാണ്, ഈ കോണ്ടിനെൻ്റൽ സിസ്റ്റം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ സംവിധാനം എന്ത് ചെയ്യാൻ അവസാനിക്കുന്നതിന് കാരണം. ബാറ്റിൽ ഓഫ് ലെപ്സിക് ആൻഡ് ബാറ്റിൽ ഓഫ് വാട്ടർലൂ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. ഒന്നാമത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ലെപ്സിക് ആണ്, രണ്ടാമത്തത് വാട്ടർലൂ. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ഇൻ ദ പെനിൻസുലർ വാർ. അപ്പോൾ അവിടെ നടന്ന് എന്ത് ചെയ്തു? ഒരു പെനിൻസുലർ വാറിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ഇറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ നെപ്പോളിയൻ ആൻഡ് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ. ഈ യുദ്ധം ഈ പെനിൻസുലർ വാർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? നെപ്പോളിയനും പോർച്ചുഗലും സ്പെയിനും തമ്മിലുണ്ടായ ഒരു യുദ്ധമായിരുന്നു. ഏതാണ് ഈ നെപ്പോളിയൻ ആക്ച്വലി ഏത് കൺട്രിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അദ്ദേഹം ഫ്രാൻസിനെ. പക്ഷേ നെപ്പോളിയനായിട്ടുള്ള യുദ്ധം എന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്രാൻസിന്റെ എംപറർ അല്ലേ? അപ്പോൾ അദ്ദേഹമായിട്ടുള്ള യുദ്ധമാണ് എന്ത് വരുന്നത്? ഫ്രാൻസുമായിട്ടുള്ള. മറ്റു രാജ്യങ്ങളിൽ ആർക്ക്? നെപ്പോളിയൻ അല്ലെങ്കിൽ ഫ്രാൻസിന് എന്ത് ചെയ്യുന്നു? എതിരായിട്ട് മാറപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പെനിൻസുലർ വാറിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. സോ ദീസ് കൺട്രീസ് ഡിഫീറ്റഡ് ഹിം അറ്റ് പെനിൻസുല. അപ്പോൾ പെനിൻസുലർ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ യുദ്ധത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ദിസ് വാസ് ദ ഫസ്റ്റ് സീരിയസ് റിവേഴ്സ് ടു നെപ്പോളിയൻ. നെപ്പോളിയൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഏതാ? ഈ പെനിൻസുലർ വാർ അല്ലെങ്കിൽ ലെപ്സിക് ബാറ്റിൽ എന്ന് പറയും. ഇൻ 1813 ദ ഫോർത്ത് കോalition വാസ് ഫോംഡ് അഗൈൻസ്റ്റ് ഫ്രാൻസ്. 1813 എന്ത് ചെയ്യുന്നു? നാലാമത്തെ കോalition ആർക്കെതിരായിട്ട്? ഫ്രാൻസിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. മറ്റു ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് എന്ത് ചെയ്തു? ഫ്രാൻസിനെതിരായിട്ട് കോalitions എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. ഇൻ ദ ബാറ്റിൽ ഓഫ് ലെപ്സിക്, ആൾസോ കാൾഡ് ദ ബാറ്റിൽ ഓഫ് നേഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇൻ ദ ബാറ്റിൽ ഓഫ് ലെപ്സിക്, ആ ബാറ്റിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താണ്? ബാറ്റിൽ ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്.
ആ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു, 1813 നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നത്. Then he was captured as a prisoner and exiled the island of Elba. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഒരു ജയിൽ പുള്ളിയായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു, പിടിക്കുകയും അദ്ദേഹത്തെ എന്താണ് എൽബ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നാട് കടത്തപ്പെടുകയും. ഫസ്റ്റ് ഐലൻഡിൽ എൽബ എന്ന് പറയുന്നത് അയാൾ മാത്രമേ ഉള്ളൂ. ബട്ട് വിത്തിൻ 1 year he escaped from Elba and returned to France in 1815. പക്ഷേ ഒറ്റ വർഷം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുകയും 1815 അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫ്രാൻസിലേക്ക് എന്ത് ചെയ്യുന്നു, മടങ്ങി വരികയും ചെയ്യുന്നു. He remained, so everywhere he received a hearty welcome. അപ്പോൾ എല്ലായിടത്തും അദ്ദേഹത്തിന് എന്താണ്, വളരെ സ്നേഹോഷ്മളമായ ഒരു സ്വീകരണമാണ് ആൾക്ക് കിട്ടിയത്, നെപ്പോളിയൻ എന്താണ് കിട്ടിയത്. സോ ഹി റിമൈൻഡ് ആസ് എ മാസ്റ്റർ ഓഫ് ഫ്രാൻസ് ഫോർ അനദർ 100 days. അടുത്ത 100 ദിവസം കൂടി അദ്ദേഹം എന്ത് ചെയ്ത് ഫ്രാൻസിൻ്റെ യജമാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, 100 ദിവസം മാത്രം. പിന്നീട് then once again the enemies of Napoleon united together under Arthur Wellesley and completely defeated him in the Battle of Waterloo in 1850. പക്ഷെ അവസാനം എന്ത് ചെയ്യുന്നു, 1815 ഈ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി എന്ത് ചെയ്തു, അവർ കൂടി ചേർന്നുകൊണ്ട് ആർതർ വെല്ലസ്ലി, കേണൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ആർതർ വെല്ലസ്ലി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ബാറ്റിൽ ഓഫ് വാട്ടർലൂ യുദ്ധത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നു, നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നു. He was exiled to the island of St. Helena where he died in 1821. 1821 അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരിക്കപ്പെടുന്നു. അതുവരെ അദ്ദേഹത്തെ എവിടേക്കാണ്, സെൻറ്റ് ഹെലേന എന്ന് പറയുന്ന ആ ഒരു ദ്വീപിലേക്ക് എന്ത് ചെയ്തു, നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായും തന്നെയാണ് വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധമാണ്. അതിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് നെപ്പോളിയനെതിരായിട്ട് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ ഉള്ള ഈ സൈന്യം എന്ത് ചെയ്യുന്നു, നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയും എവിടേക്ക്, സെൻറ്റ് ഹെലേനയിലേക്ക് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നാട് കടത്തുകയും ചെയ്തു. 1821 എന്ത് ചെയ്യുന്നു, നെപ്പോളിയൻ കൊല്ലപ്പെടുകയും. എത്ര വയസ്സാണ് അപ്പോൾ എപ്പോഴാണ് Napoleon Bonaparte. So Napoleon Bonaparte reserves an important place among the great and eminent personalities of the history of the world. So ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഹി വാസ് എ ചൈൽഡ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ശരിക്കും നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ സൃഷ്ടിയായിരുന്നു. ഹി ഹാഡ് ആൾ ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗ്രേറ്റ് ജനറൽ. ഒരു മഹാനായ നേതാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ളൊരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഹിസ് എക്സ്ട്രാ ഓർഡിനറി കറേജ്, ബ്രേവറി, സെൽഫ് കോൺഫിഡൻസ്, പവർ ഓഫ് എൻഡുറൻസ് ആൻഡ് ലവ് ഓഫ് പവർ ഓഫ് അതോറിറ്റി മേഡ് ഹിം വൺ ഓഫ് ദ ഗ്രേറ്റ് ജനറൽസ് ഓഫ് ദി ഹിസ്റ്ററി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി കറേജ്, അസാധാരണമായിട്ടുള്ള ധൈര്യം, ബ്രേവറി, രണ്ടും സെയിം മീനിങ് ആണ്, ധീരത, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പവർ ഓഫ് എൻഡുറൻസ്, എന്തും നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി, ആൻഡ് ലവ് ഓഫ് പവർ ഓഫ് അതോറിറ്റി, അതോറിറ്റിയോടുള്ള ഇഷ്ടം, അത് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ലോകത്തിലെ മഹാനായ ജനറൽമാരിൽ അല്ലെങ്കിൽ നേതാക്കന്മാരിൽ ഒരാളാക്കി എന്ത് ചെയ്തു മാറ്റി. അപ്പം എല്ലാവിധ കഴിവുകളുമുള്ള എക്സ്ട്രാ ഓർഡിനറി കറേജ്, പവർ ഓഫ് എൻഡുറൻസ്, എന്തും നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ആത്മവിശ്വാസം, ഇതൊക്കെയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ ലോകത്തിലെ മഹാനായ ജനറൽമാരിൽ ഒരാളാക്കി എന്ത് ചെയ്തത് മാറ്റി. ഇനി നമുക്ക് കാണേണ്ട അദ്ദേഹത്തിൻ്റെ ഏർലി കരിയറാണ്. കുട്ടിക്കാലം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. നെപ്പോളിയൻ, widely called the man of destiny, was born in 1769 in Corsica, an island in Mediterranean Sea. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് ദ മാൻ ഓഫ് ഡെസ്റ്റിനി, വിധിയുടെ മകൻ അല്ലെങ്കിൽ വിധിയുടെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്
നെപ്പോളിയൻ ബോണപ്പാർട്ട് ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നത്? 1969. മാൻ ഓഫ് ഡെസ്റ്റിനി. ഡെസ്റ്റിനി മീൻസ് വിധി. അപ്പോൾ ആ പേരിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് 1769 മെഡിറ്ററേനിയൻ സീയിലുള്ള കോഴ്സിക്ക എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. ഹിസ് ഫാദർ വാസ് കാർലോ ബോണപ്പാർട്ട്, എ പുവർ ലോയർ, ആൻഡ് ഹിസ് മദർ വാസ് ലെറ്റീഷ്യ. ഇദ്ദേഹത്തിൻ്റെ പിതാവ്, ഇദ്ദേഹത്തിൻ്റെ പേര് കാർലോ ബോണപ്പാർട്ട് എന്നാണ്. അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു ലോയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ലെറ്റീഷ്യ എന്ന് ആയിരുന്നു. ഹീസ് സ്റ്റുഡൻറ് ഡേയ്സ് വെയർ ഫുൾ ഓഫ് സഫറിങ്. ഒരുപാട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മനുഷ്യനായിരുന്നു ആര്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആസ് എ സ്റ്റുഡൻറ് ഹി ഹാഡ് ഹാർഡ് ടൈം ഈറ്റിംഗ് ഡ്രൈ ബ്രെഡ് ടു സേവ് എക്സ്പെൻസസ് ആൻഡ് അവോയ്ഡിങ് സോഷ്യൽ പ്ലഷേഴ്സ്. അപ്പോൾ അദ്ദേഹം ഒരു വിദ്യാർത്ഥി ആയിരിക്കെ ഒരുപാട് കഠിനാധ്വാനം അല്ലെങ്കിൽ വളരെ മോശമായ ഒരു സമയമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടാകുന്നത്. ഡ്രൈ ബ്രെഡൊക്കെ കഴിച്ചു ചിലവൊക്കെ ചുരുക്കി വളരെ കഷ്ടപ്പെട്ടുള്ള എല്ലാ സാമൂഹ്യപരമായ പ്ലഷേഴ്സ് അവോയ്ഡ് ചെയ്തുള്ള ഒരു ജീവിതമായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ഉണ്ടായിരുന്നത്. നെപ്പോളിയൻ വാസ് നോട്ട് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് എക്സെപ്റ്റ് മാത്തമാറ്റിക്സ്. കണക്കൊഴികെ മറ്റൊരു വിഷയത്തിൽ അദ്ദേഹം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വിദ്യാർത്ഥി അല്ലായിരുന്നു. ഹിസ് ഫെലോ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ലൈക്ക് ഹിം ഫോർ ഹി വാസ് റിസർവ്ഡ് ഇൻ ഹിസ് ബിഹേവിയർ ആൻഡ് ഹി വാസ് പുവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് പോലും ഒരു റിസർവ്ഡ് ടൈപ്പായിരുന്നു, ഒരു ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. അതുപോലെ വളരെ പാവപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൂട്ടുകാർക്ക് പോലും ഇഷ്ടമല്ലാത്ത ഒരു പ്രകൃതക്കാരനായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഹിസ് ബ്രെയിൻ വാസ് നെവർ ഐഡിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഒരിക്കലും എന്തല്ലായിരുന്നു, ഐഡിലായിട്ടുള്ള അല്ലെങ്കിൽ അലസമായ ഒരു ശൈലി അല്ലായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ വുഡ് വർക്ക് 18 hours a day. ഒരു ദിവസം 18 മണിക്കൂർ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, ജോലി ചെയ്യുമായിരുന്നു. Once in order to solve a difficult mathematical problem, he continued his room for 72 hours until he solved it. അപ്പോൾ ഇദ്ദേഹം വളരെ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു മാത്സിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം 72 മണിക്കൂർ എന്ത് ചെയ്തു, ചെലവഴിക്കുകയും 72 hours 72 മണിക്കൂർ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, 3 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്തു, ചെലവഴിച്ചു ആ പ്രശ്നം അദ്ദേഹം എന്ത് ചെയ്തു, പരിഹരിക്കുക ചെയ്തു. In the military school, one of his masters said, "The young stem is made of So in the military school, one of his masters, അദ്ദേഹം സൈനിക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് പറയുന്നു, ദ യങ് സ്റ്റാർ ഈസ് മേഡ് ഓഫ് ഗ്രാനൈറ്റ്. ഈ നെപ്പോളിയനെ കുറിച്ച് തന്നെ പറയുന്നത്, ഈ ചെറുപ്പക്കാരനായ ഈ നക്ഷത്രം അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ് എങ്കിൽ പോലും ബട്ട് ദർ ഈസ് വോൾക്കാനോ ഇൻസൈഡ്, അതിനുള്ളിൽ എന്തുണ്ടെന്ന്, വോൾക്കാനോ അതിനുള്ളിൽ ഉണ്ട് എന്നൊരു വിശേഷണം ഇദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ പറയുകയുണ്ടായി. ദെൻ അക്കോർഡിംഗ് ടു നെപ്പോളിയൻ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് എന്താ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ മൈ ഡിക്ഷണറി. എൻ്റെ നിഘണ്ടുവിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന ഒരു കൺസെപ്റ്റായിരുന്നു ആര് ഫോളോ ചെയ്തിരുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫോളോ ചെയ്തിരുന്നത്. So this short man with a sharp eye is stated to have remarked, "I was born when my country was dying."
അപ്പോൾ ഇദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞ നെപ്പോളിയൻ ദ ലിറ്റിൽ എന്നാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ പൊക്കം കുറഞ്ഞ വളരെ ഷാർപ്പ് കണ്ണുകളോട് കൂടിയ മനുഷ്യൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഐ വാസ് ബോൺ വെൻ മൈ കൺട്രി വാസ് ഡൈങ്. എൻ്റെ രാജ്യം മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ ജനിച്ചത്. അറ്റ് ദി ഏജ് ഓഫ് 16 he became the lieutenant of the French army. അദ്ദേഹത്തിൻ്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രഞ്ച് ആർമിയിലെ ഒരു ലഫ്റ്റനൻ്റായി അദ്ദേഹം അധികാരത്തിൽ വരുന്നു. ഇൻ 1796 he married Josephine, a widow with 2 children and 6 years elder to him. അദ്ദേഹം 1796 അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജോസഫൈൻ എന്ന് പറയുന്ന ഒരു വിധവയെ, അദ്ദേഹത്തെക്കാട്ടിലും 6 വയസ്സ് പ്രായം കൂടുതലുള്ള ജോസഫൈൻ എന്ന് പറയുന്ന ഒരു വിധവയെ, അവർക്ക് 2 മക്കളോടുകൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത് 1796 അദ്ദേഹം വിവാഹം കഴിഞ്ഞത്. So it was French Revolution that served as a ladder for Napoleon to climb up in French politics. അപ്പോൾ ഇദ്ദേഹത്തിന് ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതിന് കിട്ടിയ ഒരു ഏണിയായിരുന്നു എന്ന് പറയാം ഫ്രഞ്ച് വിപ്ലവം. പക്ഷേ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിരുന്നില്ല എങ്കിൽ നെപ്പോളിയൻ എന്ന് പറയുന്നൊരു വ്യക്തി ലോകത്തിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അറിയപ്പെടത്തില്ല. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിൻ്റെ ആ രാഷ്ട്രീയ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. സോ ഹിസ് മിലിറ്ററി കരിയർ വാസ് ഫുൾ ഓഫ് അപ്സ്. അദ്ദേഹത്തിൻ്റെ ആ സൈനിക ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അപ്സ്, ഉയർച്ചയുടേതായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദ ഇയർ 1793 വാസ് വെരി പെയിൻഫുൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്. 1793 എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് നമുക്ക് പറയാം. കാരണം ലൂയി 16 വാസ് എക്സിക്യൂട്ടഡ് ഇൻ ദാറ്റ് ഇയർ the national conventions which was ruling over France, intended to its full support to all the people of Europe for spread revolutionary ideas. 1793 അത് സംഭവിച്ചത്. ലൂയി 16 അവരെന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ the national conventions which was the ruling over France intended its full support to all the people of Europe spreading revolutionary ideas. അപ്പോൾ അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ആ നാഷണൽ കൺവെൻഷൻ അവരെന്ത് ചെയ്യുന്നു, ഈ റെവല്യൂഷണറി ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ എന്ത് ചെയ്യുന്നു, ഈ നാഷണൽ കൺവെൻഷന് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു. ദിസ് മെയ്ഡ് ദ അതർ യൂറോപ്യൻ നേഷൻസ് ടു ഫോം ദ ഫസ്റ്റ് കോalition against ഫ്രാൻസ് ഇൻ 1793. അപ്പോൾ ഈ നാഷണൽ കൺവെൻഷൻ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ എന്ത് ചെയ്തു നൽകിയപ്പോൾ എന്ത് സംഭവിക്കുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസിനെതിരായിട്ട് 1793 ഒരു കോalition, ഒരു അലയൻസ് എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുക ചെയ്യും. നാഷണൽ കൺവെൻഷനാണ് നാഷണൽ അസംബ്ലിയാണ്. നാഷണൽ കൺവെൻഷൻ ആദ്യം, പിന്നീടാണ് അസംബ്ലി ആവുന്നത്. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ സമയത്ത് നാഷണൽ കൺവെൻഷൻ സ്റ്റേറ്റ് 3 സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏതാ, ക്ലർജി, നോബിൾസ്, അവരെ പിന്നെ നാഷണൽ അസംബ്ലി ആയിട്ട് പിന്നീട് മാറുക ചെയ്യുന്നത്. ആദ്യം നാഷണൽ കൺവെൻഷൻ എന്ന പേരിലായിരുന്നു ഇത്. ആദ്യം അത് ഇതല്ല, ഇവരുടെ കാലഘട്ടത്തിൽ മറ്റേ ഈ 14, 15, 16, 3 പേരുടെ കാലഘട്ടത്തിൽ അവിടെ അസംബ്ലി വിളിച്ച് കൂട്ടിയിരുന്നില്ല. പിന്നെ എസ്റ്റേറ്റ് ഒന്നുമില്ലായിരുന്നു, ആദ്യ എസ്റ്റേറ്റ് ആയിരുന്നു. പിന്നീട് എങ്ങനെ നാഷണൽ അസംബ്ലി ഇല്ല, അത് പിന്നീടാണ് വരുന്നത് നാഷണൽ അസംബ്ലി ആവുന്നത്. ഇടയ്ക്ക് കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. So this made the other European nations to form the first coalition against France in 1793. ഈ നാഷണൽ കൺവെൻഷൻ ഈ ജനങ്ങളുടേതായിട്ടുള്ള പിന്തുണയോടുകൂടി ഫ്രഞ്ച് റവല്യൂഷണറി ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്രാൻസിനെതിരായിട്ട് കോalitionകൾ അല്ലെങ്കിൽ മുന്നണികൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുക ചെയ്ത്. ഇൻ ദാറ്റ് ഇയർ ഹി പെർഫോംഡ് a wonder by smashing and driving. അപ്പോൾ ആ വർഷം എന്ത് ചെയ്യുന്നു, so he performed a wonder by smashing and driving away the British, being an ardent supporter of the revolution. അപ്പോൾ ഈ റവല്യൂഷൻ്റെ ഒരു സപ്പോർട്ടർ എന്ന നിലയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടായിരുന്ന ആ ബ്രിട്ടീഷുകാരെല്ലാം എന്ത് ചെയ്യുന്നു,
ഫ്രാൻസിൽ നിന്നും തുരത്തി ഓടിക്കുവാൻ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, തയ്യാറാവുന്നു. നെപ്പോളിയൻ വാസ് എ മെമ്പർ ഓഫ് ദ റവല്യൂഷണറി ജാക്കബൈൻ ക്ലബ്ബ്. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ജാക്കബൈൻ എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി ക്ലബിലെ അംഗം കൂടിയായിരുന്നു ആര്, നെപ്പോളിയൻ. ആൻഡ് ഇൻ 1795 ബീയിങ് ഡിഫെൻഡഡ് ദ നാഷണൽ കൺവെൻഷൻസ് ഫ്രം ദ വയലൻറ്റ് വാരിസ് മോബ്. അപ്പോൾ 1795 അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ നാഷണൽ കൺവെൻഷനെ അവിടെ ഉണ്ടായിരുന്ന പാരീസിലെ വയലൻ്റ് ആയിട്ടുള്ള മോബിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം രക്ഷിക്കുകയും അതിനെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. ദെൻ ദിസ് വിൻ ഹിം ഈ നാഷണൽ കൺവെൻഷനെ അവിടുത്തെ പാരീസിലെ വയലൻ്റ് ആയിട്ടുള്ള ജനങ്ങളിൽ നിന്ന് ആര് സംരക്ഷിക്കുന്നു, നെപ്പോളിയൻ സംരക്ഷിക്കുകയും. അപ്പോൾ ആ ഒരു സംഭവമാണ് എന്ത് ചെയ്തത്, ദിസ് വൺ ഇൻ ഫെയിം, അത് അദ്ദേഹത്തിന് ഒരുപാട് എന്ത് ചെയ്തു, പ്രശസ്തി എന്ത് ചെയ്തു, നേടിക്കൊടുക്കുക ചെയ്തു. സോ നെപ്പോളിയൻ ഇംപ്രസ്ഡ് upon the directory which appointed him as the commander-in-chief in Italy. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഈ ഒരു വിജയം ഈ 1795 നാഷണൽ കൺവെൻഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അവിടുത്തെ ഫ്രാൻസിലെ ഡയറക്ടറെ ഇംപ്രസ് ചെയ്യുകയും അതുവഴി അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ച് ആർമിയുടെ ഇറ്റലിയിലെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു, നെപ്പോളിയൻ ബൊണപ്പാർട്ടിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഫ്രാൻസിലിരുന്നുകൊണ്ട് തന്നെ ഫ്രാൻസിൽ നിന്നും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഈ ഓരോ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ സൈന്യം കാണുമല്ലോ. അപ്പോൾ ആ ഇറ്റലിയിലെ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ നേതാവായിട്ട് അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു, നെപ്പോളിയനെ അപ്പോയിൻറ്റ് ചെയ്തു. ഫ്രഞ്ച് നാഷണൽ അല്ലേ, സിറ്റിസൺ അല്ലേ? അതെ, അങ്ങനെ പറ്റുമോ? അല്ല, അവിടെ ഓരോ ഇപ്പം ഫ്രാൻസിന് കുറേ സൈനികഭാഗം എവിടെ ഉണ്ടായിരുന്നു, ഇറ്റലിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രഞ്ച് ആർമിയുടെ ഇറ്റലിയിലെ സൈനിക തലവനായിട്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, അപ്പോയിൻറ്റ് ചെയ്തു. സോ ആസ് എ ലീഡിങ് മെമ്പർ ഓഫ് ദി കൊലീഷൻ ഓസ്ട്രിയ ഷോഡ് എ സീരിയസ് ത്രെറ്റ് ഇൻ ഫ്രാൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ ഫ്രഞ്ച് അസംബ്ലി അല്ലെങ്കിൽ ഫ്രഞ്ച് കൺവെൻഷൻ ഈ ഫ്രഞ്ച് റവല്യൂഷന് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഫ്രാൻസിനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, കൊലീഷൻസ് മുന്നണി സഖ്യം ഉണ്ടാക്കും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൊലീഷനിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള രാജ്യമായിരുന്നു ഓസ്ട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓസ്ട്രിയ എന്ത് ചെയ്തു, ഫ്രാൻസിന് എപ്പോഴും ഒരു വലിയ ഭീഷണിയായിട്ട് എന്ത് ചെയ്തു, മുന്നോട്ട് വരിക ഉണ്ടായി. സോ ഏജ്ഡ് ഓൺലി 27, Napoleon led the France army and attacked the Austrian in 1796. അപ്പോൾ അദ്ദേഹത്തിന് 27ാമത്തെ വയസ്സിൽ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു, ഫ്രഞ്ച് ആർമിയെ നയിച്ചുകൊണ്ട് 1796 ഓസ്ട്രിയ ചെയ്തു ആക്രമിക്കുക ചെയ്തു. ദ സർപ്രൈസ് ഓഫ് എവരിവൺ, നെപ്പോളിയൻ ഡിഫീറ്റഡ് ദ ഓസ്ട്രിയൻ ആർമി ഇൻ എ നമ്പർ ഓഫ് ബാറ്റിൽസ്. അപ്പോൾ എല്ലാവരെയും എന്ത് ചെയ്തു, അതിശയപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഓസ്ട്രിയയുമായിട്ടുള്ള യുദ്ധത്തിൽ ഫ്രാൻസിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കഴിയുകയുണ്ടായി. സോ ഹിസ് സക്സസ് ഇൻ ഹിസ് ഇറ്റാലിയൻ ക്യാമ്പയിൻ മേഡ് ഹിം എ നാഷണൽ ഹീറോ ഇൻ ദ ഐസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷണറീസ്. അപ്പോൾ ഈ ഒരു വിജയം എന്ത് ചെയ്തു, ഈ ഇറ്റലിയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു വിജയം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ഈ ഫ്രഞ്ച് റവല്യൂഷണറീസിൻ്റെ കണ്ണുകളിൽ ഇദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായിട്ട് എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുക ചെയ്യും. സോ ആഫ്റ്റർ ഹിസ് വിക്ടറി ഇൻ ഇറ്റലി, ദ ഡയറക്ടറി അപ്പോയിൻറ്റഡ് കമാൻഡർ ടു സ്ട്രൈക്ക് ഔട്ട് ദ ബ്രിട്ടീഷ് ഇൻ ഈജിപ്റ്റ്. അപ്പോൾ ഈ ഒരു വിജയം ഇറ്റലിയിൽ അദ്ദേഹം ഈ ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നേടിയ ഈ ഒരു വിജയം എന്ത് ചെയ്യുന്നു, ഈ ഫ്രഞ്ച് ഡയറക്ടറീസിനെ പ്രേരിപ്പിക്കുന്ന എന്ത് ചെയ്യാൻ, ഈജിപ്തിൽ നിന്നും എന്ത് ചെയ്യാൻ, ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കുന്നതിനുള്ള ചുമതലയും അത് ആരെ ഏൽപ്പിക്കുന്നു, നെപ്പോളിയനെ ഏൽപ്പിക്കുന്നു. സോ ഇൻ ദ ബാറ്റിൽ ഓഫ് പിരമിഡ് ഹി ഡിഫീറ്റഡ് ദ സുൽത്താൻ ഓഫ് ഈജിപ്റ്റ് in 1798, but his brilliant victory was damaged by the decisive defeat
അപ്പോൾ ഇങ്ങനെ ഈജിപ്തിൽ ബ്രിട്ടീഷുകാരെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ നിയമിക്കുന്നു. അങ്ങനെ 1798 ബാറ്റിൽ ഓഫ് പിരമിഡിൽ വെച്ച് അദ്ദേഹം ആരെ പരാജയപ്പെടുത്തുന്നു? ഈജിപ്തിലെ സുൽത്താനെ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുന്നു. ബട്ട് ഹിസ് ബ്രില്യൻറ്റ് വിക്ടറി വാസ് ഡാമേജ്ഡ് ബൈ ദ ഡിസിസീവ് ഡിഫീറ്റ് ഹി ഹാഡ് ടു സഫർ അറ്റ് എ നേവൽ ബാറ്റിൽ. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? ഈ സുൽത്താനെ പരാജയപ്പെടുത്തി അതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ നടന്ന ഒരു നേവൽ ബാറ്റിൽ എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് പരാജയം എന്ത് ചെയ്യുന്നു? സംഭവിക്കുകയുണ്ടാകുന്നു. ദ ബ്രിട്ടീഷ് നേവി അണ്ടർ അഡ്മിറൽ നെൽസൺ ഡിഫീറ്റഡ് ആൻഡ് ആൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഫ്രഞ്ച് നേവി എന്ത് ചെയ്യുന്നു? ആ നെൽസന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് നേവി എന്ത് ചെയ്യുന്നു? നെപ്പോളിയൻ എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുത്തുക ചെയ്യുന്നു. അത് 1799 ബാറ്റിൽ ഓഫ് നൈലിൽ വെച്ചാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഫ്രഞ്ച് നേവി ഈ ബ്രിട്ടീഷ് നേവി ആരെ പരാജയപ്പെടുത്തുന്നത്? നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. ബട്ട് ഹി മാനേജ് ടു കം ബാക്ക് ടു പാരീസ്. അപ്പം പക്ഷേ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് എവിടേക്ക് മടങ്ങി വന്നു? പാരീസിലേക്ക് മടങ്ങി വരുന്നു. ഹി ക്ലെയിംഡ് ദ ഡയറക്ടറി ഓഫ് ഹിസ് ഡിഫീറ്റ്. പക്ഷേ ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? എല്ലാവരും എന്ത് ചെയ്യുന്നു? ബ്ലെയിം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുക ചെയ്യുന്നു. കാരണം ഒരു യുദ്ധത്തിൽ വിജയിച്ച് പക്ഷേ നേവൽ ബാറ്റിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പരാജയപ്പെട്ട് പോകും. ഹിസ് സൂൺ സക്സീഡഡ് ഇൻ ഓവർത്രോ ദ ഡയറക്ടറി. പക്ഷേ അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ഈ ഡയറക്ടറി അദ്ദേഹം എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ നിന്ന് പുറത്താക്കി. എ കോൺസുലേറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 councils വാസ് സെറ്റ്. സോ ദെൻ ഹി ബിക്കെയിം ദ ഫസ്റ്റ് കൗൺസിൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ ഫ്രഞ്ച് ഡയറക്ടറിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരു 3 അംഗ സമിതി, 3 പേരടങ്ങുന്ന ഒരു കൗൺസിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ ഫസ്റ്റ് കൗൺസിലായിട്ട് ആര് മാറുന്നു? നെപ്പോളിയൻ മാറുകയും ചെയ്യും. ഇനി ദ സെക്കൻഡ് കോalition വാസ് ഫോംഡ് ഇൻ 1790. ആദ്യം ഒരു കോalition ഉണ്ടാക്കിയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ അതിൽ നിന്നും അതിനുശേഷം രണ്ടാമത്തെ കോalition രൂപീകരിക്കുന്നത് 1798 Immediately after assuming power, Napoleon turned his attention against the second coalition. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ സെക്കൻഡ് കോalitionനെതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിയുന്നു. He defeated the coalition partners and compelled them to make peace with France. അപ്പോൾ അദ്ദേഹം ഈ കോalitionനെ പരാജയപ്പെടുത്തുകയും അവരോട് എന്ത് ചെയ്യുന്നു? ഫ്രാൻസുമായിട്ട് ഒരു സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ ആരെ പ്രേരിപ്പിച്ചു? ഈ കോalitionേഴ്സിനെ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. In 1804 he received the title emperor. 1804 ഇദ്ദേഹത്തിന് എന്താണ്? ഫ്രാൻസിൻ്റെ എംപറർ എന്ന ഒരു പദവി എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തിന് കിട്ടുന്നു. In a colorful ceremony attended by Pope Pius VII, Napoleon took the crown of France from his pope. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ ആഘോഷപരമായ ചടങ്ങിൽ അന്നത്തെ പോപ്പായിരുന്ന അപ്പോൾ ഇനി കളർഫുൾ സെറമണി അറ്റൻഡഡ് ബൈ പോപ്പ് പയസ് 7, നെപ്പോളിയൻ took the crown of France from the pope. അങ്ങനെ എന്താ 1804 അവിടെ നടന്ന വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ആഘോഷത്തിൽ അന്നത്തെ പോപ്പായിരുന്ന പയസ് 7 നിന്നും എന്ത് ചെയ്യുന്നു? നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ കിരീടാവകാശിയായിട്ട് എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരിക ചെയ്യുന്നു. അപ്പോൾ ഹി സെഡ്, അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അദ്ദേഹം എങ്ങനെ ഫ്രാൻസിൻ്റെ കിരീടാവകാശിയായി എന്നതിനെക്കുറിച്ച്. ഐ ഫൗണ്ട് ദ ക്രൗൺ ഓഫ് ഫ്രാൻസ് lying on the ground and I picked it up with my sword. ഞാൻ കണ്ടു എന്താ? ഫ്രാൻസിൻ്റെ കിരീടം അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കിരീടം എന്ത് ചെയ്യപ്പെടുന്നത്? തറയിൽ കിടക്കുന്നത് കാണുകയും ഞാനത് എന്ത് ചെയ്തു?
എൻ്റെ വാളുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതെടുത്ത് എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ ഫ്രാൻസിൻ്റെ കിരീടാവകാശിയായതിനെ കുറിച്ച് ആര് പറയുന്നു? നെപ്പോളിയൻ പറയുന്നു. സോ ദസ് അറ്റ് ദി ഏജ് ഓഫ് 35 Napoleon Bonaparte made himself the ruler of an empire which he himself had built. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ആര് മാറുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട് മാറുന്നു.